അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ബോട്ടി ഉരട്ടിയതാണ്. കടയിൽ നിന്ന് തന്നെ മുറിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി കൊണ്ടുവന്നതാണ്. ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ വലിയ ജീരകം വറുത്ത് പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്ത് നമുക്ക് വേവിച്ചെടുക്കാം. 3 വലിയുള്ളി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 1/2 കഷ്ണം തക്കാളി, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില. പാനൊന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് എണ്ണ ഒഴിച്ചെടുക്കുക. ഉള്ളി നമുക്കതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ബോട്ടിയിൽ നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്, അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. 3 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കരിയാതെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കറിവേപ്പില ചേർത്ത് കൊടുക്കുക. അരിഞ്ഞ് വെച്ച തക്കാളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കുക. വെളുത്തുള്ളി ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട്, അതുകൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതാ ബോട്ടി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് മസാലയ്ക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ബോട്ടി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ട്രൈ ചെയ്യാൻ മറക്കല്ലേ.